പ്രവാസികൾക്ക് SIR-ൽ പുതിയ കുരുക്ക്. ഗൾഫിലെത്തിയ ശേഷം പാസ്പോർട്ട് പുതുക്കിയവരുടെ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് സ്വീകരിക്കുന്നില്ല. കൈവശമുള്ള പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത തീയതി നൽകുമ്പോൾ അപേക്ഷകൻ യാത്രാരേഖ ലഭിക്കും മുൻപ് രാജ്യം വിട്ടു എന്നാണ് വെബ്സൈറ്റിൽ പറയുന്നത്. ഇതുമൂലം ഫോറം പൂരിപ്പിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രവാസികളിൽ പലരും. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. SIR-ൽ പ്രവാസികൾക്ക് വോട്ട് ചേർക്കാൻ സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നൊഴിയുമ്പോൾ മറ്റൊന്ന് എന്ന നിലയിൽ ഉടലെടുക്കുകയാണ്. പുതിയ ഡിജിറ്റൽ പാസ്പോർട്ട് എടുത്തവരുടെ പാസ്പോർട്ട് നമ്പറായിരുന്നു ഇതുവരെ പ്രശ്നമെങ്കിൽ ഗൾഫിലെത്തി പാസ്പോർട്ട് പുതുക്കിയവരാണ് ഇപ്പോൾ പ്രശ്നം നേരിടുന്നത്. വർഷങ്ങളായി ഗൾഫിൽ ജോലിയെടുക്കുന്ന പ്രവാസികൾ ഓരോ 10 വർഷം കൂടുമ്പോഴും വിദേശത്ത് വെച്ച് തന്നെ പാസ്പോർട്ട് പുതുക്കും. നിരവധി തവണ വിദേശയാത്ര ചെയ്യുന്നവരാണെങ്കിൽ പാസ്പോർട്ടിൻ്റെ പേജ് അവസാനിക്കുന്ന മുറയ്ക്കും പലതവണ പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ടാകും. എന്നാൽ SIR പ്രകാരം വോട്ടിന് അപേക്ഷിക്കുമ്പോൾ പുതുക്കിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത തീയതിയും വിദേശത്തേക്ക് പോയ തീയതിയും പൊരുത്തമില്ലെന്നറിയിച്ച് അപേക്ഷ തടയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ്. എന്ന് നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലെത്തി പിന്നെ റീസെൻ്റ്ലി നിങ്ങൾ പാസ്പോർട്ട് റിന്യൂ ചെയ്ത ഡേറ്റും അതിൻ്റെ എക്സ്പയറി ഡേറ്റും ഇത് രണ്ടും മാച്ച് ആവാതെ അത് നിങ്ങൾ വേറെ മെസ്സേജ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്ത ഡേറ്റ് മുന്നേ നിങ്ങൾ UAE എത്തിയിരിക്കുന്നു എന്ന എറർ മെസ്സേജാണ് കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് 10 വർഷം കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും പാസ്പോർട്ട് റിന്യൂ ചെയ്യുമല്ലോ. അതിന് മുന്നേ ഗൾഫിലെത്തിയവരുണ്ടാവും. ഈ 2 ഡേറ്റും മാച്ച് ആവാതെ അതൊരു എറർ മെസ്സേജായിട്ടാണ് പിന്നീട് വരുന്നത്. അത് കാരണം നമുക്ക് പിന്നീട് ആപ്ലിക്കേഷന് വേണ്ടി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗൾഫിലെത്തി അടുത്തിടെ പാസ്പോർട്ട് പുതുക്കിയ പ്രവാസികളെ പാസ്പോർട്ട് കിട്ടും മുമ്പേ വിദേശത്തേക്ക് കടന്നവരായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് കണക്കാക്കുന്നത്. പുതിയ ഡിജിറ്റൽ പാസ്പോർട്ടിന്റെ 2 ആൽഫബറ്റുള്ള പാസ്പോർട്ട് നമ്പർ ചേർക്കുന്നതിലെ തടസ്സം മീഡിയ വൺ വാർത്തയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഹരിച്ചത്. ഫോമുകൾ പൂരിപ്പിച്ച് നൽകാൻ ഇനി കുറഞ്ഞ ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. പാസ്പോർട്ട് നമ്പർ ചേർക്കുന്നതിലെ സാങ്കേതിക പ്രശ്നം പരിഹരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവാസികൾ നേരിടുന്ന പുതിയ വെല്ലുവിളിയും പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗൾഫിലുള്ളവർ. യാസർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ, ദുബായ്.